ഇന്നത്തെ റെസിപ്പി ഒരു വെള്ളയപ്പത്തിൻ്റെയാണ്. കപ്പി കാച്ചാത്ത രീതിക്കാണ് ഞാൻ ഈ വെള്ളയപ്പം തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ 2 കപ്പ് പച്ചരി ഒരു 3-4 മണിക്കൂർ കുതിർത്ത് മാറ്റി വെക്കണം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. കൂടെ തന്നെ 1 കപ്പ് ചോറ്, 1 കപ്പ് തേങ്ങ ചിരകിയത്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഈസ്റ്റ്, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡാക്കി എടുക്കുക. ഒരു 1.25 കപ്പ് വെള്ളം ഞാൻ ഈ സമയത്ത് ചേർക്കുന്നുണ്ട്. ആ 1.25 കപ്പ് എന്നുള്ളതിൽ കുറച്ചൊക്കെ വ്യത്യാസം വരും നമ്മളെടുക്കുന്ന ചോറിനനുസരിച്ച്. ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ അടച്ചു വെക്കണം. നമുക്കിത് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. ഇതിപ്പോൾ ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ കട്ടകളൊന്നും ഇല്ലാത്ത രീതിക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡിയാണ്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഇതിന് വേണ്ടിയിട്ടൊരു ഇരുമ്പിൻ്റെ ചട്ടി ഞാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ തടവിയ ശേഷം ഒരു തവി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. എന്നിട്ടൊരു ലോ ഫ്ലെയിമിൽ വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ബബിൾസ് എടുക്കുന്ന സമയത്ത് ഒന്ന് അടച്ചു വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന്ന് എടുക്കാം. ഇനി നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈസ്റ്റ് ഇടുന്ന സമയത്ത് കൂടി പോകാൻ പാടില്ല. കൂടിക്കഴിഞ്ഞാൽ നമ്മൾ വെള്ളയപ്പം വല്ലാത്തൊരു പുളിപ്പായിരിക്കും, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ചോറ് എടുക്കുന്ന സമയത്തും ചോറ് കൂടിക്കഴിഞ്ഞാൽ വെള്ളയപ്പം പൊട്ടിപ്പോവും. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ചട്ടി നന്നായിട്ട് ചൂടായിരുന്ന സമയത്ത് വേണം മാവ് കോരി ഒഴിക്കാൻ. എന്നിട്ട് ചുറ്റിച്ച ശേഷം ഇങ്ങനെ ബബിൾസ് വന്ന് പൊട്ടുന്ന സമയത്ത് നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം. ആ സമയം നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് ലോ ഫ്ലെയിമിലിടണം. അത് ഇരുമ്പിൻ്റെ ചട്ടിയാവുന്ന സമയത്ത്. അല്ലാതെയാണെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ഈസി ടിപ്സ് കിച്ചൺ.